ഇന്ത്യക്കാകെ മാതൃകയാണ് സംസ്ഥാനത്തിന്റെ പൊതുവിതരണ സമ്പ്രദായമെന്നും റേഷൻ കടകളുടെ ആധുനികവൽക്കരണത്തിന് സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും ഭക്ഷ്യ വകുപ്പ് മന്ത്രി ജി.ആർ. അനിൽ പറഞ്ഞു. മലപ്പുറം സിവിൽ സപ്ലൈസ് ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ MSME ഉൽപ്പന്നങ്ങളും പൊതുമേഖലാ ഉൽപ്പന്നങ്ങളും അടക്കം ലഭിക്കുന്ന ഒരു മിനി സൂപ്പർ മാർക്കറ്റായി, മിനി സേവന സൗകര്യമുള്ള CSE ആയി നമ്മുടെ റേഷൻ ഷോപ്പിനെ മാറ്റിയെടുക്കാനുള്ള വലിയ പരിശ്രമമാണ് ഗവൺമെന്റ് ആലോചിക്കുന്നത്. അല്ലാതെ താളവണ്ടി യുഗത്തിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയല്ല ആലോചിക്കുന്നത്. രാജ്യത്ത് തന്നെ 100% ആധാറുമായി ബന്ധിപ്പിച്ച പൊതുവിതരണ സമ്പ്രദായം കേരളത്തിലേത് മാത്രമാണ്. റേഷൻ കടകൾ വഴി ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ എല്ലാ സേവനങ്ങളും ലഭ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും MSEMകളും ഉൽപ്പന്നങ്ങളും പാചകവാതകം ഉൾപ്പെടെ റേഷൻ കടകളിൽ ലഭ്യമാകണം. മിനി കോമൺ സർവീസ് സെന്ററായി ഇവ മാറണം. ഈ ലക്ഷ്യത്തിലേക്കുള്ള കുതിപ്പിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്റ്റോറുകളുടെ എണ്ണം 1000 കവിഞ്ഞതായും മന്ത്രി പറഞ്ഞു. വിഷപരഹിത കേരളം യാഥാർത്ഥ്യമാക്കുന്നതിന് വലിയ നടപടികളാണ് സർക്കാർ കൈക്കൊണ്ടത്. ഈ ഓണത്തിന് പൊതുവിതരണ ഔട്ട്ലെറ്റുകളിൽ എല്ലാ അവശ്യവസ്തുക്കളും എത്തിച്ചുകൊണ്ട് നീല വെള്ള കാർഡ് ഉടമകൾക്ക് റേഷൻ കടകൾ വഴി 10 കിലോ അരി കുറഞ്ഞ നിരക്കിൽ നൽകും. സ്കൂൾ കുട്ടികൾക്ക് 5 കിലോ അരിയും നൽകും. യോഗത്തിൽ പി ഉബൈദുള്ള MLA അധ്യക്ഷനായിരുന്നു. മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, വാർഡ് കൌൺസിലർ ഷെരീഫ് PK, റേഷനിംഗ് കൺട്രോളർ K. അജിത് കുമാർ, ജില്ലാ സപ്ലൈ ഓഫീസർ CA വിനോദ് കുമാർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ EN മോഹൻദാസ്, P. മുഹമ്മദ് അലി, KP രാമനാഥൻ, ഉണ്ണിരാജ, PH ഫൈസൽ, വ്യാപാരി സംഘടനാ നേതാക്കളായ കാടാമ്പുഴ മൂസഹാജി, M. മണി, M. ഉമ്മർ, കബീർ അമ്പാലത്ത്, PK ശശിധരൻ എന്നിവരും സംബന്ധിച്ചു. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ്, pride of generations, India, Oman, Bahrain.